സൗത്ത് അമേരിക്കയിലെ ഒരു ഗോത്രവർഗത്തിലെ ജനങ്ങളുടെ ആയുസ് വളരെ കുറവായിരുന്നു. അവർ ഒരു പ്രായം കഴിയുമ്പോൾ ഒരേ രോഗം പിടിപെട്ട് എല്ലാവരും മരിക്കുന്നു. മെഡിക്കൽ വിദഗ്ധർ ഇതിൻ്റെ കാരണം കണ്ടെത്തുവാൻ പഠനങ്ങൾ നടത്തി. അവർ ആ രോഗം പടരുന്നതിൻ്റെ കാരണം കണ്ടെത്തി. ആ രോഗം പടരുന്നതിൻ്റെ കാരണം അവരുടെ മൺവീടുകളുടെ ഭിത്തിയിൽ വസിക്കുന്ന ചിതലുകൾ പോലുള്ള ജീവികളാണ്. ഈ ചിതലുകൾ ആ രോഗാണുവിനെ മനുഷ്യരിലേക്ക് കാലാകാലങ്ങളിൽ പടർത്തിവിടുന്നു. ഡോക്ടർമാർ അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ വീടുകളിൽ നിന്നും നിങ്ങൾ മാറണം. ഈ വീട്ടുമതിലുകൾ നിങ്ങൾ പൊളിച്ചു മാറ്റണം. പുതിയ വീടുകൾ ചിതലുകൾ വരാത്ത പുതിയ വസ്തുക്കൾ കൊണ്ട് പണിയണം. എന്നാൽ ആശ്ചര്യമെന്നത് അവരാരും പുതിയ വീടുകൾ പണിയുവാനോ ചിതലുകളെ നീക്കുവാനോ ഒന്നും ചെയ്തില്ല. അവരെല്ലാവരും ആ പ്രാണികൾ നൽകുന്ന രോഗം സ്വീകരിച്ച് മരിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ സംഭവിച്ചത്? അവർ മാറുവാൻ മനസ്സ് കാണിച്ചില്ല. പഴയത് അവരെ കൊന്നാലും ആയുസ് നശിപ്പിച്ചാലും അതിൽ നിന്ന് മാറുന്നില്ല എന്നവർ തീരുമാനിച്ചു. അവർ അലസരായി തീർന്നു കാണും. അവരുടെ സൗകര്യപ്രദമായ അവസ്ഥയിൽ നിന്നും അതിരുകളിൽ നിന്നും പുറത്തു വരുവാൻ മനസ്സ് കാണിച്ചില്ല. അവർ അവിടെ കിടന്ന് മരിക്കുവാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള അപകടം ആധുനികതയുടെ കൊടുമുടിയിൽ ജീവിക്കുന്ന നമുക്കും സംഭവിക്കാം. നമ്മുടെ ചില ജീവിത രീതികൾ, ജീവിത സ്വഭാവങ്ങൾ, ചില മത്സരങ്ങൾ, ചില പാപങ്ങൾ, നമുക്ക് ഉപേക്ഷിക്കുവാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, നാം അവയുമായി ജീവിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സമൃദ്ധമായ ജീവനാണ്. നമുക്ക് നിലനിൽക്കുന്ന ജീവനും സമൃദ്ധിയും ഉണ്ടാകുവാൻ ചിലപ്പോൾ നാം നിൽക്കുന്ന സാഹചര്യങ്ങൾ അപ്പാടെ മാറ്റേണ്ടതായുണ്ട്. ചിലത് വിട്ടുമാറിയെങ്കിലേ നമുക്ക് ജീവനുണ്ടാകൂ. അടർന്നു മാറുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും. ചിലപ്പോൾ നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറം നുറുക്കമുണ്ടാകും. അന്നേരം നമുക്ക് ഒരു പ്രത്യാശ വേണം. ചില ശാപഗ്രസ്തമായതിൽ നിന്നും ദൈവം നമ്മെ പറിച്ചു മാറ്റുന്നത് നമ്മുടെ നല്ലതിനാണ്. നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും മാറുവാൻ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? നിങ്ങൾ ആശ്രയം വെച്ച ചില കൂടുകളിൽ നിന്നും നിങ്ങൾ മാറുവാൻ തക്കവണ്ണം കൂടുകൾ ഇളകുന്നുണ്ടോ? ഭയപ്പെടരുത്. താൽക്കാലികമായ ആ വേദനയെ ഉൾക്കൊള്ളണം. ദൈവികമായ പദ്ധതികളിൽ ആശ്രയിക്കണം. ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ തുടരുന്നതിനേക്കാൾ ജീവനുള്ള ദൈവിക പാതകളിൽ ഒറ്റയ്ക്ക് നടക്കുന്നതാണ് ഉത്തമം. ജീർണിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടങ്ങളിൽ വീണ്ടും വീണ്ടും മടങ്ങിപ്പോകുന്നതിനേക്കാൾ തനിയെ ആണെങ്കിലും ദൈവത്തോട് കൂടെ നടക്കുന്നതാണ് അത്യുത്തമം. ആകയാൽ മാറുവാൻ മടിക്കരുത്. നിന്നെ തകർക്കുന്ന, ദ്രവിപ്പിക്കുന്ന, ജീർണിപ്പിക്കുന്ന ആ വ്യക്തികളിൽ നിന്നും, സഭകളിൽ നിന്നും, പ്രസ്ഥാനങ്ങളിൽ നിന്നും, എന്തിന് നിന്റെ തന്നെ സ്വഭാവങ്ങളിൽ നിന്നും വെളിയിൽ വന്ന് ജീവന്റെ സമാധാനം ആസ്വദിക്കുവാൻ മടി കാണിക്കരുത്. പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കഷ്ണം ആരും ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാൽ ചേർത്ത പുതിയ തുണി കഷ്ണം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കാറുമില്ല. വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും. വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്നു വെക്കേണ്ടത്. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കിയില്ല എന്ന് പറഞ്ഞു.